എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്ക് ജോലി അവസരമുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്ക് ഇപ്പോൾ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 8 അപ്പോൾ വേക്കൻസി നമുക്ക് നോക്കാം. 1500 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. റെഗുലർ വേക്കൻസി 1446, ബാക്ക്ലോഗ് വേക്കൻസി 54. ഇവിടെ SC 234, ST 144, OBC 390, EWS 144, അൺറിസർവ്ഡ് 588 ഇങ്ങനെയാണ് വേക്കൻസീസ് വരുന്നത്. കൂടാതെ PWBD കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലെയർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഡേറ്റ്സ് നോക്കാം നമുക്ക്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 8. സെലക്ഷൻ്റെ ഭാഗമായിട്ട് 3 ഫേസ് ആയിരിക്കും എക്സാം വരുന്നത്. ഓൺലൈൻ പ്രിലിമിനറി എക്സാം വരുന്നത് ഓഗസ്റ്റിലാണ്. ഓൺലൈൻ മെയിൻ എക്സാം സെപ്റ്റംബർ. ഫേസ് 3 സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് വരുന്നത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിലായിരിക്കും. ഇൻ്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് എക്സസൈസസ് വരുന്നതും ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസമാണ്. നവംബറോ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഫൈനൽ റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ വരുന്നത്. അതുപോലെ തന്നെ എക്സാമിന് മുമ്പ് SC, ST, OBC, PWBD കാൻഡിഡേറ്റ്സിന് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് വരുന്നത് ജൂലൈ മാസത്തിലായിരിക്കും. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നോക്കാം. പ്രായപരിധി 21 മുതൽ 30 വരെയാണ്. ആപ്ലിക്കൻസ് 2/4/1996 1/4/2005 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇതുകൂടാതെ OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും SC, ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. PWBD കാറ്റഗറിക്കും എക്സ് സർവീസ് മെന്നും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കണ്ടീഷനുണ്ട്. ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾ ഡിഗ്രി പാസ്സായതിൻ്റെ പ്രൂഫ് ഹാജരാക്കേണ്ടതാണ്. അത് സെപ്റ്റംബർ 30 ഹാജരാക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ. ഇനി മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC, ST, PWBD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. SC, ST, OBC, PWBD കാൻഡിഡേറ്റ്സിനാണ്. അതായത് എക്സാമിന് മുമ്പ് ഒരു ട്രെയിനിങ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷനകത്ത് റിലവൻറ്റ് കോളം ഉണ്ടായിരിക്കും. ആ കോളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ വരുന്നതായിരിക്കും നിങ്ങളുടെ ഇമെയിൽ അല്ലെങ്കിൽ SMS വഴി. എന്നിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാവുന്നതുമാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ 3 ഫേസ് ആയിട്ടാണ് വരുന്നത്. ഫേസ് 1 പ്രിലിമിനറി എക്സാമാണ്, 100 മാർക്കാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്ക്, റീസണിങ് എബിലിറ്റി 30 മാർക്ക്. മെയിൻ എക്സാം 200 മാർക്കിനാണ്. അവിടെ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 60 മാർക്ക്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 60 മാർക്ക്, ജനറൽ അവയർനെസ് ഓർ എക്കണോമി ഓർ ബാങ്കിങ് നോളജ് 60 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 മാർക്ക്. ടോട്ടൽ 200 മാർക്കിനാണ് എക്സാം വരുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുണ്ട്. അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും നോക്കുന്നത്. ഇമെയിൽ, സിറ്റുവേഷൻ അനാലിസിസ്, പിന്നെ റിപ്പോർട്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ പ്രിസി റൈറ്റിംഗ് ആണ്. അത് 30 മാർക്കാണ്. ടോട്ടൽ 230 മാർക്കായിരിക്കും വരുന്നത്. നെഗറ്റീവ് മാർക്കുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സൈക്കോമെട്രിക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് എക്സസൈസും ഇൻ്റർവ്യൂ ഒക്കെ വരുന്നത്. അത് ടോട്ടൽ 50 മാർക്കായിരിക്കും.
എക്സാം കഴിയുമ്പോൾ റിസൾട്ട് ബാങ്കിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻറ്ററും പ്രിലിമിനറി എക്സാം സെൻറ്ററും എവിടെയാണെന്ന് നോക്കാം. കേരളത്തിൽ വരുന്നത് ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ്. മെയിൻ എക്സാം വരുന്നത് എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിലാണ്. ഇതാണ് എക്സാം സെൻറ്റർ. നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ 2 അഡീഷണൽ ഫോട്ടോഗ്രാഫൊക്കെ കൊണ്ടുപോകേണ്ടതാണ് കോൾ ലെറ്ററിൻ്റെ കൂടെ. കോൾ ലെറ്ററിലും ഫോട്ടോ ഒട്ടിച്ചിരിക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ അതേ ഫോട്ടോയുടെ തന്നെ അഡീഷണൽ 2 കോപ്പി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സെയിം ഫോട്ടോയുടെ 8 കോപ്പിയെങ്കിലും കയ്യിൽ ഉണ്ടായിരിക്കണം ഫർദർ പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ശമ്പളം എത്രയാണെന്ന് നോക്കാം. ബേസിക് പേ സ്റ്റാർട്ടിംഗ് വരുന്നത് 48,480 രൂപയാണ്. 48,480 മുതൽ 85,920 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാവിധ അലവൻസും ലഭിക്കുന്നതാണ്. ഇനി ജോയിനിങ് സമയത്ത് നിങ്ങൾ മിനിമം 3 ഇയേഴ്സ് എങ്കിലും അവിടെ ജോലി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്. ബാങ്കിൻ്റെ വെബ്സൈറ്റാണ് sbi.bank.in/web/career/current openings. നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ കരിയർ എന്നുള്ള ഓപ്ഷനുണ്ട്. അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ്. നിങ്ങളുടെ പേര് എഴുതുക, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. Hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. The signature, photograph and left thumb impression is of mine. ഇത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ID കാർഡ് കൊണ്ടുപോകാനായിട്ട് മറക്കരുത്. എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകളുണ്ടെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യേണ്ട ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.